Hi, Assalamualaikum. Welcome to Moyus Mini Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മറാഠി സബ്ജിയാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. 2 മീഡിയം സൈസ് തക്കാളി, 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, 1 വഴുതനങ്ങ, 5 പയർ, 3 കോവക്ക, 9 അല്ലി വെള്ളുള്ളി, 2 തണ്ട് കരിവേപ്പിൻ്റെ ഇല. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം, കൂടെ തന്നെ വെള്ളുള്ളി ചതച്ചത്, കൂടെ തന്നെ 2 തണ്ട് വേപ്പിൻ്റെ ഇല, കൂടെ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കുന്നത് ശ്രദ്ധിക്കാം. ഈ ഒരു വെന്ത് വരുന്ന സമയത്ത് 2 നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കുറച്ച് പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 1/4 ഭാഗം കൂടി വേവാനുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നിങ്ങൾ കഴിക്കാൻ എന്തെങ്കിലും വെണ്ടയ്ക്കോ ക്യാരറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ചാനിയും മത്തനെയും ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു സമയത്തിന് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സബ്ജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മറാഠി സബ്ജി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. പിന്നെ കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക.